ട്രയൽ നടന്ന ദിവസം ഞാൻ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ശ്രീ ആൻ്റണി രാജു ഇതിലൊരു വലിയ ബോംബ് വെച്ചിട്ടുണ്ട്, അത് ഈ കേസോടെ പൊട്ടും എന്നൊക്കെ പറഞ്ഞത് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ വന്ന ശേഷം ഞാൻ എങ്കിലും അപ്പോഴും ഇതിലൊരു തിരിമറി ഉണ്ടെന്ന് ഞാൻ സങ്കല്പിച്ചിരുന്നില്ല, സങ്കല്പിക്കാനാവത്തില്ലായിരുന്നു. പക്ഷേ ഹൈക്കോടതിയിൽ വന്ന ശേഷം ഈ പ്രതിയെ വിട്ടയച്ചു എന്ന് ഞാൻ മാതൃഭൂമിയിലെ ഒരു പത്രത്തിലെ ഒരു ന്യൂസ് വഴിയാണ് അന്ന് വിവരം അറിയുന്നത്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇതെങ്ങനെ സംഭവിച്ചു? ഒരു കാരണവശാലും എനിക്ക് ഉറപ്പായിരുന്നു 4/4/90 വൈകിട്ട് ആണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അന്ന് അയാളിൽ നിന്ന് ഊരി വാങ്ങിയ, അയാൾ ധരിച്ചിരുന്ന ജട്ടി ഊരി വാങ്ങി ആ ജട്ടിയുടെ അതിനകത്ത് സൂക്ഷിച്ചിരുന്ന ഹശീഷ് അതടക്കം ഇത് ചെയ്ത് സീല് ചെയ്ത് കോടതി മുമ്പാകെ ഹാജരാക്കി. പിറ്റേ ദിവസം രാവിലെ തന്നെ കോടതി മുമ്പ്, അതായത് 5/5/90 ഇത് കോടതിയിലെത്തി. ഏതാണ്ട് 12, 14, 15 മണിക്കൂറിനപ്പുറം ഇത് പോലീസിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എനിക്ക് വളരെ തീർച്ചയായിരുന്നു, ഞാൻ പോട്ടെ, എൻ്റെ കൂടെയുള്ള ഒരു സ്റ്റാഫിന് പോലും ഇതിൽ തിരിമറി നടത്താനാവില്ല. കാര്യം ഇത്തരം കാര്യങ്ങളിൽ കോടതിയിൽ ഇതെത്തിയോ എന്നൊക്കെ ഞാൻ വളരെ മെറ്റിക്കുലസായിട്ട് പരിശോധിക്കുമായിരുന്നു. അപ്പോൾ അത് രാവിലെ തന്നെ കോടതിയിൽ എത്തിച്ചു എന്നുള്ള ഉറപ്പും എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് വളരെ തീർച്ചയായിരുന്നു ഇത് ഒരു കാരണവശാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നല്ല. അതേ തുടർന്ന് ശ്രീ ആൻ്റണി രാജു നടത്തിയ പരാമർശവും എല്ലാം കൂട്ടി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കോടതിക്കകത്ത് നടന്നത് തന്നെയാണ്. എന്ത് ചെയ്യണമെന്ന് സത്യത്തിൽ അറിയില്ലായിരുന്നു.